ഭർതൃപീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ആറ്റുകാൽ സ്വദേശി ആരതിയെ മർദ്ദിച്ചതായി പോലീസിനോട് സമ്മതിച്ച് ഭർത്താവ് അതുൽ ക്രൂരമായും മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതായി ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പും വ്യക്തമാക്കുന്നു. ഭർത്താവ് അതുലിന്റെ പീഡനത്തെ തുടർന്നാണ് വർക്കല സ്വദേശിയായ ആരതി ഇന്നലെ ആറ്റുകാലിലെ വാടക വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ഭർത്താവ് അതുലിന്റെ ക്രൂരത വിവരിക്കുന്ന ആരതിയുടെ ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങളും പുറത്തുവന്നു. അതുൽ ശാരീരികമായും മാനസികവുമായും ക്രൂരമായി പീഡിപ്പിച്ചതായി കത്തിൽ പറയുന്നു. ശരീരത്ത് കയറിയിരുന്ന പലതവണ മുഖത്തടിച്ചു. പരമാവധി മുറിവുകൾ ഉണ്ടാക്കാതെയായിരുന്നു ആക്രമണം. അതുലിന്റെ മാനസിക പീഡനം സഹിക്കാൻ പറ്റുന്നില്ലെന്നും അച്ഛനും അമ്മയും തന്നോട് ക്ഷമിക്കണമെന്നും കത്തിൽ പറയുന്നുണ്ട്. തന്നെയല്ല പഴയ കാമുകിയെയാണ് അതുലിന് ഇഷ്ടമെന്നും ആത്മഹത്യാക്കുറിപ്പിൽ ആരതി വ്യക്തമാക്കിയിട്ടുണ്ട്. മരിക്കാൻ തനിക്ക് പേടിയാണെന്നും പക്ഷേ മരിക്കാതെ നിവർത്തിയില്ലെന്ന ആരതിയുടെ ഓഡിയോ റെക്കോർഡും പോലീസ് കണ്ടെത്തി. ഇൻക്വസ്റ്റ് നടത്തിയ ആരതിയുടെ മൃതദേഹത്തിൽ മർദ്ദനത്തിന്റെ 17ഓളം പാടുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. പല ആവർത്തി ഇങ്ങനെ പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവരെ വീട്ടുകാർക്ക് നല്ലപോലെ അറിയാം. വീട്ടുകാരും അവന് സപ്പോർട്ടാണ്. പിന്നെ ഈ അടിക്കുകയും ഉപദ്രവിക്കുകയും കഴുത്തിന് കുത്തിപ്പിടിക്കുകയും പിന്നെ ഇതെല്ലാം ചെയ്യും. പിന്നെ ആ പാടുകളെല്ലാം നമ്മൾ ഫോണിലൊക്കെ എടുത്തിട്ടിട്ടുണ്ട്. പിന്നീട് അപ്പൊ അതൊക്കെ ഏതാണ്ടൊക്കെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു. അതേസമയം ആത്മഹത്യാ പ്രേരണ, ഗാർഹിക പീഡന നിരോധന നിയമം തുടങ്ങി 2 വകുപ്പുകൾ ചുമത്തി അതുലിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.